വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് കൃപ ചെയ്തരുളണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായി ഈശോയുടെ ജനത്തിരുന്നാൾ 25 ദിവസത്തെ ഒരുക്കത്തിനായി കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആരംഭിച്ച ആഗമനകാലം, അതിൻ്റെ തുടർന്നോണം ഇന്നത്തെ ദിവസം മുതൽ 25 ദിവസം പ്രത്യേകമായി ഈശോയുടെ വരവിനായി നമ്മൾ ഒരുങ്ങുകയാണ്. തീർച്ചയായിട്ടും വളരെ താല്പര്യത്തോടു കൂടി നന്മകൾ ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികൾ വ്യാപൃതരായിരുന്നുകൊണ്ട് നമ്മളിലേക്ക് കടന്നു വരുന്ന ലോകത്തിൽ പൂജാതനായ ഈശോയുടെ ആ ജന്മത്തിരുന്നാളിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് തയ്യാറാകാം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പിതാവിനോട് നന്ദി പറയുന്ന ഈശോ ഒരു ബന്ധമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബന്ധം, പിതാവ് എന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അപ്പച്ച അല്ലെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കുമ്പോൾ അതൊരു ബന്ധമാണ്. ആ ഒരു ബന്ധത്തിലാണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർക്കൊരു വലിയൊരു സന്തോഷം നൽകുകയാണ്. അവരെ ഭാഗ്യമുള്ളവരാണ് എന്ന് ഓർപ്പിക്കാൻ.
കാരണം ആ പിതാവുമായുള്ള ബന്ധത്തിലാണ്. ഈശോ ദൈവത്താൽ ഐക്യപ്പെട്ടവരാണ് നാം എല്ലാവരും. ഐക്യപ്പെട്ടവർ തീർച്ചയായിട്ടും അയച്ചവൻ്റെ ആയിട്ട് കൂടുതലായിട്ട് ബന്ധമുണ്ട്. നാം എല്ലാവരും ഐക്യപ്പെട്ടപ്പോൾ നാം എല്ലാവരും ഒരു ദൗത്യത്തോടു കൂടിയാണ് ഐക്യപ്പെട്ടത്. തീർച്ചയായിട്ടും ആ ദൗത്യം എന്താണെന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ ദൗത്യത്തെ തിരിച്ചറിയാതെ ആ ദൗത്യത്തിൽ ജീവിക്കാതെ ഇതുപോയിട്ടുണ്ട്. ആ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ഈ വിശുദ്ധ ബലിക്കായി ഒരുങ്ങുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗിരിയായ വിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ജോയലിൻ്റെ പ്രത്യേക നിയോഗത്തിനു വേണ്ടിയും മാതാവിൻ്റെ സ്തുതിക്കായിട്ടും അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഫിഡേസ് ജോൺ ലോപ്പസിനു വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് വരാനിരിക്കുന്ന പുത്രൻ്റെ സാന്നിധ്യത്താൽ ആശ്വസിക്കപ്പെട്ട് ഞങ്ങളുടെ മുൻകാല തിന്മകളാൽ ഇനിയൊരിക്കലും കളങ്കതരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ യാതനകൾ സംപ്രീതനാവുകയും പരീക്ഷനാകുകയും ഞങ്ങൾക്ക് അങ്ങേ കാരുണാതിര സഹായം നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടി കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർത്തിക്കും. ജ്ഞാനദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും.
എൻ്റെ വിശുദ്ധഗിരിയിൽ ആര് ദുരോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. അന്ന് യെശയ്യായുടെ പേര് ജനങ്ങൾക്ക് ഒരടയാളമായി നിലകൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവൻ്റെ ഭവനം മഹത്വപൂർണമായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. അവൻ്റെ കാലത്ത് അവന്റെ നാളുകളിൽ നീതി നീതി തഴച്ചു വളരട്ടെ, തഴച്ചു വളരട്ടെ, എന്നേക്കും എന്നേക്കും സമാധാനം സമാധാനം സമൃദ്ധിയായി പുലരട്ടെ. സമൃദ്ധിയായി തുടരട്ടെ. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി നീതി തഴച്ചു വളരട്ടെ, തഴച്ചു വളരട്ടെ, എന്നേക്കും എന്നേക്കും സമാധാനം സമാധാനം സമൃദ്ധമായി പുലരട്ടെ. സമൃദ്ധമായി പുലരട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രനിലുള്ളത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി നീതി തഴച്ചു വളരട്ടെ, തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. സമൃദ്ധമായി പുലരട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. സമൃദ്ധമായി പുലരട്ടെ. അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനിലുടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, എന്നേക്കും സമാധാനം സമൃദ്ധമായി പുലരട്ടെ. സമൃദ്ധമായി പുലരട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. അവിടുത്തെ ദാസരുടെ കണ്ണുകൾ പ്രകാശിക്കാൻ ഇതാ നമ്മുടെ കർത്താവ് പ്രതാപത്തോടെ വരുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതേ പിതാവേ, ഇതായിരുന്നു അവിടുത്തെ ഇഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷവചനങ്ങൾ നമ്മുടെ പാവങ്ങളെ നീക്കം ചെയ്യട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ
പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് യേശു പറഞ്ഞുവെന്നും യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. പിതാവുമായുള്ള ബന്ധം എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് കേട്ടത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ, ആ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ ആ ജീവിതത്തിലുള്ള സ്ഥാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പറയുക. പരിശുദ്ധാത്മാവാണ് നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം നൽകുക. നമ്മുടെ ജീവിതത്തിൽ പാപമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്ന ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമുക്ക് സമാധാനം നൽകുന്നു, നമുക്ക് ശാന്തി നൽകുന്നു, നമുക്ക് സന്തോഷം നൽകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ടാണ് ഈശോ വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചും രക്ഷയുടെ സ്വർഗീയമായ ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചും സംസാരിക്കുക. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കറിയാം, ഈശോ പ്രവാചകന്മാരുടെ ഇസ്രായേലിൻ്റെ പ്രതീക്ഷയായിരുന്നു. ഒരു രക്ഷയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു ജനതയുടെ മക്കളിലേക്കാണ് ഈശോ വന്നത്. പക്ഷേ ഇസ്രായേൽ ജനം യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിഞ്ഞ ആ ഒരു ചെറിയ ആൾക്കൂട്ടത്തിന് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പറയുകയാണ്. ഒത്തിരി പേർ കാണാൻ ആഗ്രഹിച്ചു, ഒത്തിരി പേർ കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം യേശു പറയുകയാണ്, ഞാൻ ജനതകളുടെ പ്രതീക്ഷയാണ്, ദൈവം അയച്ച ദൈവത്തിൻ്റെ രക്ഷകനാണ്, ലോകത്തെ ദൈവവുമായിട്ടുള്ള ബന്ധിപ്പിക്കുവാനുള്ള രക്ഷകൻ. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ലഭിച്ച രക്ഷ അത് വലിയ ദാനമാണ്. നമുക്ക് ലഭിക്കുന്ന ആനന്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം, അതൊരു ദാനമാണ്. ആ ദാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എത്ര കാര്യമായിട്ട് ഒരു വലിയ വ്യക്തി നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ എത്ര കാര്യമായിട്ട് അത് സൂക്ഷിച്ചു വയ്ക്കും നമുക്കറിയാം. അതേ രീതിയിലുള്ള ഒത്തിരിയധികം ദാനങ്ങൾ ദൈവം നമുക്ക് അനുദിന ജീവിതത്തിൽ നൽകുന്നുണ്ട്. 25 ദിവസം നമ്മൾ ദൈവത്തിൻ്റെ ദാനത്തെ സ്വീകരിക്കുവാനായി ഒരുങ്ങുമ്പോൾ ദൈവം നമുക്ക് അനുദിന ജീവിതത്തിൽ നൽകിക്കൊണ്ടില്ല ആത്മാവിൻ്റെ ആ ദാനത്തെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോവുകയാണ്. ഫലങ്ങൾ എന്താണ്, ദാനങ്ങൾ എന്താണെന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ രക്ഷ, യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ ആ ദാനത്തെ സ്വീകരിക്കുന്നത് ധ്യാനിക്കാൻ ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ 25 ദിവസം. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. നമ്മുടെ മെരിറ്റല്ല, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ രക്ഷപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് തന്നെ ആ കൃപയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കും. 25 ദിവസം രക്ഷനെ സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വിശ്വാസത്തിൻ്റെ ഒരു ആഘോഷമായി തീരും. ദൈവത്തെ അനുഭവിക്കണം, ദൈവത്തെ കേൾക്കണം, വചനം ശ്രവിക്കണം, വചനം വായിക്കണം, നമുക്ക് നന്മ ചെയ്യണം, വിശുദ്ധിയിൽ വളരണം. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ രക്ഷകന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അതിനുള്ള കൃപയ്ക്കായി അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അപ്പവും
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെയും തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും വഴി ഞങ്ങളിൽ സംപ്രീതനാകുന്നവേ, ഒന്നും അവകാശപ്പെടുവാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങയുടെ കരുണയുടെ സംരക്ഷണം സഹായകമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിശുദ്ധവും ന്യായവുമത്രേ. സർവീശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീര പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീയ പദ്ധതിയുടെ സംവിധാനം പൂർത്തിയാക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിന്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകിയാൽ മാലാഹമാരോടും പ്രധാന മാലാഹമാരോടും ഭദ്രാസന്മാരോടും മതീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന്റെ എല്ലാ ബന്ധങ്ങളോടും ഒത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. ആകയാൽ അങ്ങയുടെ ആത്മാവാൽ മഞ്ഞകടം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാക്കണേ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പുകളെ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ബർബൽ ജോസഫ് മെത്രാപ്പൊലീത്തായോടും വൈദികടത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ് മിൽട്ടൺ ഡിസൂസ, ഐറിൻ ഡിസൂസ, പി ജി പോൾ തടി, ഫാദർ ജോർജ് വെസ്സിങ്കൽ, മങ്ങാട്ട് പാപ്പുറാഫെ, ജോണി ഗോമസ്, സെബാസ്റ്റ്യൻ ഫെർണാണ്ടസ്, ട്രീസ വാസ്
ഏലമ്മ കുന്നിപ്പള്ളി, വാടത്തറ കുടുംബത്തിൽ നിന്ന് മരിച്ചവർ ആൽബർട്ട് റോബിൻ കുട്ടേലോ, ഫിലോമിന പിൻഹീറോ, ദേവമണി, ആന്റണി ലോപ്പസ്, ജെൻസൺ റൊസാരിയോ, സകല ആത്മാക്കളെയും വാലുങ്കൽ കൊർത്താസീസ് എന്നിവരെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിന് ഒന്നായി ചേർക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുടെ എത്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ ജോൺ ബോസ്കോയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കി. അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആത്മനെ ഉപദേശിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെല്ലായ്പ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ ബുദ്ധികളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരും അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തിൽ കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വന്തം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലക്ഷ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്തുവാനും സ്വർഗീയമായവ മുറുകെ പിടിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും സമാധാനത്തിനും പോകുവിൻ. ദൈവത്തിന് നന്ദി. Sure.